ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20 തിങ്കളാഴ്ചയാണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഏവരും കാത്തിരുന്ന ആ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചതനുസരിച്ച് സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് പൂർണ്ണമായും തുറന്ന നിലയിൽ തുടരുമെന്ന് അറിയിച്ചു. ഏതായാലും ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ തന്നെ വലിയ തോതിലുള്ള ഇമ്പാക്റ്റാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ അടക്കമെല്ലാം ഉണ്ടായത്. ക്രൂഡ് ഓയിൽ ഏകദേശം 10% ഇടിഞ്ഞു. വാൾസ്ട്രീറ്റ് കുതിച്ചുയർന്നു. ഗിഫ്റ്റ് നിഫ്റ്റി 280 പോയിന്റ്സ് ഉയർന്നു. നിഫ്റ്റിയിൽ ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച്, അതായത് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ 450-ലേറെ പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം വളരെ പോസിറ്റീവായി നിന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റൊരു കാരണം, ഇറാനുമായുള്ള യുദ്ധം വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. വെള്ളിയാഴ്ചത്തെ ഈ സംഭവവികാസങ്ങൾക്ക് ശേഷം ഇറാൻ വീണ്ടും നിയന്ത്രണം ശക്തമാക്കിയതായി ആരോപിച്ച് സീസ് ഫയർ ലംഘനം ഉണ്ടായെന്ന പശ്ചാത്തലത്തിൽ സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് കടലെടുക്ക് വീണ്ടും അടച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടെ ആഗോള എണ്ണ ഗതാഗതത്തിനുള്ള പ്രധാനപ്പെട്ട മാർഗമായിട്ടുള്ള ഹോർമൂസ് കടലെടുക്ക് വീണ്ടും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. US-ന്റെ 2 ആഴ്ചത്തെ സീസ് ഫയർ കരാർ ഈ വരുന്ന ഏപ്രിൽ 22 അവസാനിക്കാനിരിക്കുകയാണ്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് HDFC ബാങ്ക് ആയിരുന്നു. 4% നേട്ടമുണ്ടാക്കി. ICICI ബാങ്ക് 1.5% ഉയർന്നു. ഇൻഫോസിസ് 0.56% നേട്ടമുണ്ടാക്കിയപ്പോൾ വിപ്രോ 1.39% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസും 1.84% നേട്ടമുണ്ടായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 2 കമ്പനികളുടെ റിസൾട്ട് ശനിയാഴ്ച പുറത്തു വന്നിരുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ HDFC ബാങ്കിൻ്റെ റിസൾട്ടാണ് ഒന്ന്. മാർച്ച് ക്വാർട്ടറിൽ സ്ഥിരതയുള്ള പ്രകടനം തന്നെയാണ് പുറത്ത് എടുത്തിരിക്കുന്നത്. ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് വർഷാന്തര അടിസ്ഥാനത്തിൽ 9.1% വർധനവാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 19,221 കോടി രൂപയായിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. 1-2 ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ പ്രൊവിഷനുകളും മെച്ചപ്പെട്ട ആസ്തി ഗുണനിലവാരവുമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ. പ്രൊവിഷൻ എന്താണെന്ന് അറിയാത്തവർക്കായി പറയാം. ബാങ്കുകൾ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾക്കായി മുൻകൂട്ടി മാറ്റിവെക്കുന്ന പണമാണ് ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രൊവിഷനുകൾ കുറയുന്നു എന്നത് ബാങ്കിനെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. HDFC ബാങ്കിനെ സംബന്ധിച്ച് അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് ഒരു ബാങ്ക് നൽകിയ ലോൺ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് കാണിക്കുന്നതാണ്. ഇനി നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ആയി വന്നിരുന്നത് 19,053 കോടി രൂപയാണ്. അതായത് എസ്റ്റിമേറ്റുകളെ മറികടന്നുള്ള ഒരു നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്പനി രേഖപ്പെടുത്തിയത്. ഇത് മാത്രമല്ല 3% സീക്വൻഷ്യൽ വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3.2% ഉയർന്ന് 33,081 കോടി രൂപയുമായി. ഇനി ICICI ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള Q4 വളർച്ചയും വളരെ മികച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ 8.5% ഇയർ ഓൺ ഇയറിലെ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. 13,702 കോടി രൂപയായിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് പുറത്തു വന്നത്. പ്രൊവിഷനും കണ്ടിജൻസികളും 89% കുറഞ്ഞ് 96 കോടി രൂപയായി കുറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റായി മാറി. ഇത് മെച്ചപ്പെട്ട ആസ്തി ഗുണനിലവാരവും ഉയർന്ന റിക്കവറിയും സൂചിപ്പിക്കുന്നു. ICICI ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റും ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നത് തന്നെയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 2 ബാങ്കുകളും സ്ഥിരതയുള്ള വളർച്ചയും മെച്ചപ്പെട്ട ആസ്തി ഗുണനിലവാരവും പ്രകടിപ്പിച്ചതിനാൽ ഈ ഫലങ്ങൾ പോസിറ്റീവായി തന്നെ കാണാവുന്നതാണ്. HDFC ADR 4% മുകളിൽ ഉയർന്നതും കൂടാതെ മികച്ച റിസൾട്ടും ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമായിട്ട് HDFC ബാങ്കിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. കൂടാതെ ICICI ബാങ്കിൻ്റെയും നല്ല റിസൾട്ടുകളായത് നമുക്ക് ഇന്ന് നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ടിന് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. ആദ്യം Q4 റിസൾട്ടുകളാണ്. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്ന കമ്പനിയുടെ Q4 ഫലങ്ങൾ സമ്മിശ്രമായിരുന്നു. കൂടാതെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വർഷാന്തര അടിസ്ഥാനത്തിൽ 13.88% ഒരു ഇടിവാണ് വന്നിരിക്കുന്നത്. 272.22 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 316.11 കോടി രൂപയുടെ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം 14% ഇടിവാണ് ഉണ്ടായത്. ചെലവുകൾ ഗണ്യമായി വർദ്ധിച്ചതാണ് ഇപ്പോൾ ലാഭം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം മാത്രമാണ് കുറച്ച് വീക്കായിട്ടുള്ളത്. അതേസമയം തന്നെ റവന്യൂവിൻ്റെ കാര്യം മികച്ചതായിരുന്നു. Q4-ൽ ടോട്ടൽ ഇൻകം ഏകദേശം ഇരട്ടിയായി 1,020 കോടി രൂപയായി.
മുൻവർഷം അത് 518 കോടി രൂപ മാത്രമായിരുന്നു. ജിയോ ഫിനാൻഷ്യൽ സർവീസസിന് ചിലവുകൾ കുത്തനെ കൂടുന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് വരുന്നത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 720 കോടി രൂപയായിട്ടാണ് Q4 റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് വെറും 169 കോടി രൂപ മാത്രമായിരുന്നു. കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 60 പൈസയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് യെസ് ബാങ്ക് എന്ന സ്റ്റോക്കാണ്. Q4 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 44.8% നല്ലൊരു വർധനവ് കാണാം. 1068.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കമ്പനി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 738 കോടി രൂപ ലാഭത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നല്ല വർധനവ് തന്നെയാണ്. 16% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 2637.7 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. നെറ്റ് പ്രോഫിറ്റിലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും നല്ല വർധനവ് തന്നെയാണ്. കൂടാതെ കോസ്റ്റ് കൺട്രോളിങ്ങിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. അടുത്തത് മാസ്റ്റാക്ക് എന്ന സ്റ്റോക്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 2% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 106.2 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 108.4 കോടി രൂപയാണ് പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതേസമയം റവന്യൂവിൽ 3.6% ഒരു വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 938 കോടി രൂപയായിട്ടാണ് ഇപ്പോൾ റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ എബിറ്റയിൽ 2% ഇടിവ് വന്നിരിക്കുന്നു. 215 കോടി രൂപയായിട്ടാണ് എബിറ്റ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ എബിറ്റ മാർജിനിൽ 24.2% നിന്ന് 22.9% കുറഞ്ഞു. കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 16 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ട്രെൻഡ് എന്ന കമ്പനിയെക്കുറിച്ചാണ് പറയുന്നത്. ബോർഡ് മീറ്റിംഗിൽ ആദ്യ ബോണസ് ഷെയർ ഇഷ്യൂ പരിഗണിക്കുകയാണ്. ബോർഡ് മീറ്റിംഗ് ഏപ്രിൽ 22 നടക്കുക. Q4 റിസൾട്ടുകളും അന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, E2E നെറ്റ്വർക്ക്സ്, നെൽക്കോ, ഇൻഡോ സോളാർ തുടങ്ങിയ കമ്പനികളാണ്. ഇനി നമുക്കിടയിൽ ധാരാളം ആളുകൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവരുണ്ട്. അവർക്കായിട്ട് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ബിഗിനേഴ്സിനായിട്ടുള്ള ട്രേഡിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിംഗ്, കൂടാതെ സ്ട്രാറ്റജി ബിൽഡിംഗ്, വിവിധ തരത്തിലുള്ള സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള OI അനാലിസിസും ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അടുത്ത FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS 683 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച ബൈ ചെയ്തത്. എന്നാൽ DIS വീണ്ടും വലിയ സെല്ലിങ്ങിലേക്ക് പോയ ദിവസമായിരുന്നു വെള്ളിയാഴ്ച. 4721 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തത്. നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് 24,354 157 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത് 24,350 മുകളിലായിട്ടാണ്. ഇനി നല്ലൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴത്തേക്ക് നിലവെച്ച് ഒരു 400-450 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് 24,700 24,800 സോണിലേക്കൊക്കെ ഒരു ഓപ്പണിംഗ് ലഭിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് പിന്നീട് ആവാൻ സാധ്യതയുള്ളത് 24,420 മുതൽ 24,570 വരെയുള്ള ഈ ഒരു സോൺ തന്നെയാണ്. ഈ ആഴ്ച ഈ ഒരു സപ്പോർട്ട് സോണിൽ വീണ്ടും ടച്ച് ചെയ്യുമോ, അല്ലെങ്കിൽ വീണ്ടും നല്ല ഒരു മൂവ്മെൻറ്റ് ലഭിച്ച് അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 55,566-ൽ 479 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ICICI ബാങ്കിൻ്റെയും HDFC ബാങ്കിൻ്റെയും ഒക്കെ മികച്ച റിസൾട്ടുകൾക്ക് ശേഷം നാളെ അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റന്റ് സോൺ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമോ എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ഏതായാലും അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ് പ്രധാനപ്പെട്ടതായി വരുന്നത്. അതിനുശേഷം 58,599 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.